ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കാം. എനിക്ക് പലഹാരങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ളതാണ് വട്ടയപ്പം. വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം 2 ഗ്ലാസ് പച്ചരി എടുത്ത് കഴുകി 5-6 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 4 ടേബിൾ സ്പൂൺ അവലും നമ്മൾ കുതിരാൻ വെച്ചിട്ടുണ്ട്. വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. അവൽ ഈ അപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് നൽകും. അവലിന് പകരം നമുക്ക് ചോറ് യൂസ് ചെയ്യാം. കുതിർത്തി വെച്ചിരിക്കുന്ന അരി അരച്ചെടുക്കാം. അധികം വെള്ളമില്ലാതെ അരി അരച്ചെടുക്കാം. ഈ അരച്ച മാവിൽ നിന്ന് ഒരു 3 തവി മാവ് നമ്മൾ ആദ്യം ഒന്ന് മാറ്റി വയ്ക്കും. ഇത് കപ്പി കാച്ചാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കിയിട്ട് സ്റ്റൗവിൽ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കും. ഇതും അപ്പത്തിന് സോഫ്റ്റ്നെസ് നൽകാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മൾ ഈ മാവ് വെള്ളം ചേർത്തതൊന്ന് ചെറിയ തീയിൽ, ഹൈ ഫ്ലെയിമിൽ വേണ്ട, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിക്കൻ ചെയ്തെടുക്കണം. പെട്ടെന്നാവും. കട്ട കെട്ടരുത് കേട്ടോ. അലക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കുകയും കട്ട കെട്ടുകയും ചെയ്യും. ഇള വരുമ്പോഴത്തേക്കും തിക്കനായി കിട്ടും. ഇതാ നല്ല തിക്കായിട്ടുണ്ട്. ഇത് മതി. ഇതിൽ കൂടുതൽ തിക്കാക്കണ്ട. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇനി നന്നായിട്ട് തണുക്കട്ടെ. അങ്ങനെ അപ്പത്തിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 1 നാളികേരം ചെറുവിയത് വേണം. പിന്നെ പഞ്ചസാര 3/4 മുതൽ 1 കപ്പ് വരെ പഞ്ചസാര, നമ്മളുടെ ആവശ്യത്തിന്, മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര. 3/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് വേണം. 1/2 ടീസ്പൂൺ ഡ്രൈ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് വേണം. 1/2 മുതൽ 1 ടീസ്പൂൺ ഉപ്പും ആവശ്യമുണ്ട്. ബാക്കിയിരിക്കുന്ന അരിയും നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ അരി അരയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കുതിർത്തി വെച്ചിരിക്കുന്ന അവലും ചേർത്ത് അരയ്ക്കാം. നമ്മളുടെ അവലൊക്കെ ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള അരിയും ഇതുപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. നമ്മളുടെ കപ്പി ഉണ്ടാക്കി വെച്ചതും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതും നമ്മൾക്ക് ഈ അരക്കണയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3/4 കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുക്കാം അടിക്കാൻ നേരത്ത്. അപ്പം നന്നായിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ആയിക്കോളും. ഈസ്റ്റും ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റും ഇട്ട് കൊടുക്കാം. ഈസ്റ്റ് ഇട്ട് അടിച്ചെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, എല്ലാം അപ്പം നന്നായിട്ട് മിക്സ് ആയിക്കോളും. 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. എന്താ പഞ്ചസാരയും നമ്മുടെ കപ്പി കാച്ചതും എല്ലാം കൂടെ ചേർത്ത് അടിച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാളികേരവും കാർഡമമിൻ്റെ പൗഡറും ഉപ്പും ഇട്ട് കൊടുക്കണം. നാളികേരവും ഇതുപോലെ തന്നെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കും. നാളികേരം ഞാനിങ്ങനെ അരിഞ്ഞിട്ടാട്ടോ, ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് അരച്ചെടുക്കുകയോ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഏലക്കായ, ഒരു 6-7 ഏലക്കായ എടുത്ത് നമുക്കൊരു 3/4 ടീസ്പൂൺ ഏലക്കായുടെ പൊടി ഇടണം. അത് ഇതിലേക്ക് ഇട്ടിട്ട് അതും ചേർത്ത് അരച്ചു കൊടുക്കാം. നാളികേരം എടുക്കുമ്പോൾ നാളികേരം ചിരണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതുപോലെ നമ്മൾ സ്ലൈസായിട്ട് എടുത്തിട്ട് നമ്മൾ അരയ്ക്കുവാണെങ്കിൽ അതിൻ്റെ ബ്രൗൺ കളറില്ലേ, ഷെല്ലിനോട് ചേർന്ന ഭാഗം, അത് നമുക്കൊന്ന് പീൽ ചെയ്ത് കളയണം. അല്ലെങ്കിൽ അപ്പത്തിന് ആ ഒരു ബ്രൗൺ കളർ വരും. അത് മാറ്റിയിട്ടാണ് നമ്മൾ നാളികേരം എടുക്കണമെങ്കിൽ അപ്പം നല്ല വെള്ള കളറിൽ നല്ല ഭംഗിയുണ്ടാവും. ഇത് അപ്പം നമ്മളുടെ നാളികേരവും നമ്മൾ നല്ലതായിട്ട് പേസ്റ്റായിട്ട് എടുത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതും ഇതിലേക്ക് ഏലക്കായയും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇട്ടു. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം നമ്മൾ 2 മണിക്കൂറായി. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് മാവ്. ഇത് നമുക്ക് പതുക്കെ ഇനി കോരി ഒഴിച്ചത് ചുട്ടെടുക്കാം. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇത്തിരി കൂടെ വലിയ പാത്രത്തിൽ ഒഴിച്ച് വെക്കണമായിരുന്നു. ഇട്ട് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇതിൽ കോരി ഒഴിച്ച് നമുക്ക് ഇത് സ്റ്റീമറിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇതിൽ നമുക്ക് കിസ്മിസോ അല്ലെങ്കിൽ കാഷ്യൂ നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. നമ്മളുടെ ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ ഒന്നും ഇടുന്നില്ല. അപ്പോൾ നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പതുക്കെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ അപ്പം റെഡി ആയിട്ടുണ്ടാവും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം.
നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് ഡിമോൾഡ് ചെയ്യാം. ഇത് നമുക്കിത് ഈ അപ്പം ഒന്ന് ഡിമോൾഡ് ചെയ്യാം. നമ്മൾ അപ്പം ഡിമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നോക്കി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കണ്ട. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് തന്നെ ഒന്ന് മുറിച്ച് നോക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം കേട്ടോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.